ഹലോ ഗായ്സ്, ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്നങ്ങ് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പ്രധാനപ്പെട്ടും വേണ്ട ഒരു 3 കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ വേണ്ടി വരുന്നത് ഗായ്സ്. അപ്പം ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ലൈഫിൽ നമുക്ക് എന്തിനും അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഗായ്സ്, ആ 3 പോയിൻ്റ് എന്തെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞങ്ങളുടെ പള്ളിയിലൊക്കെ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ് റെസ്പെക്റ്റ്, അദബ്. മറ്റുള്ളവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ അവന് അതിൻ്റേതായ ഒരു ഒരു ഉയർച്ച, ഒരു മികവ് അവന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുക. അവന് കടയിലെ ഷോപ്പിലെ മുതലാളിയാവും, അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ ഒരു ഓണറോ മാനേജറോ, അവൻ്റെ മേലെ ഉള്ള ഒരു ഉദ്യോഗസ്ഥനോടാവും നമ്മൾ ബഹുമാനിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ബന്ധുക്കളടുത്ത് ആരോടും ആയിക്കോട്ടെ. അപ്പം ബഹുമാനം അത് നമ്മുടെ ലൈഫിൽ പാലിക്കേണ്ട ഒരു കാര്യമാണ് ഗൈസ്. ഇപ്പം നാളെ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവനോട് സഹായം ചോദിക്കുമ്പോൾ അവൻ നോ എന്ന് പറയത്തില്ല. അവൻ ഒരു മര്യാദക്കാരനാണ്. അവൻ ഒരു പൈസ ചോദിച്ച് അവന് കറക്റ്റായിട്ട് പൈസ തിരിച്ചു തരും. അല്ലെങ്കിൽ ഒരു ജോലി അവന് ഉണ്ടാക്കി കൊടുക്കാം. ഗൾഫിലൊരു ജോലി ഉണ്ടാക്കി അവൻ രക്ഷപ്പെടും, നമ്മുടെ പയ്യനല്ലേ. അങ്ങനെയാണ് ഈ ബഹുമാനം. നമ്മൾ ബഹുമാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിച്ച് നമ്മുടെ ലൈഫിൻ്റെ നമ്മുടെ പോയിന്റിലേക്ക് നമ്മൾ കടന്നു പോവുക. അപ്പോൾ നമ്മൾക്ക് അതിൻ്റേതായ ഉയർച്ചകൾ ഉറപ്പായി നമുക്ക് സംഭവിക്കും. രണ്ടാമത്തെ കാര്യമാണ് ഗൈസ്, ഫോക്കസ് അഥവാ എയിം. എന്തിനും നമ്മൾ ആയിക്കോട്ടെ, ഇപ്പം നമുക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന സ്റ്റഡീസ് ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് വിജയിക്കണം. അപ്പം അല്ലെങ്കിൽ നിൻ്റെ ഡ്രീമിന് വേണ്ടി നീ പരിശ്രമിക്കണം. എയിം എന്തിനു വേണ്ടി? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമ എടുക്കണം, ഡയറക്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ഇപ്പോഴും കൈവിട്ടിട്ടില്ല. ഇപ്പോഴും കഥ എഴുത്തും ചെറിയ റീൽസും പരിപാടികളൊക്കെ ഉണ്ട്. അതൊരിക്കലും എന്നെ വിട്ട് പോകത്തില്ല. ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. മൂന്നാമത്തെ കാര്യമാണ് ഗൈസ്, ക്ഷമ. കാമായിട്ടിരിക്കുക. എന്ത് വലിയ പ്രശ്നങ്ങൾ വന്നോട്ടെ, നമ്മൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. ഇപ്പം ആരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ കൊള്ളാത്തവനാടാ, നിന്നെക്കൊണ്ട് ഒന്നിനും കഴിയത്തില്ലടാ, നീ അവനാടാ, ഇവനാടാ, മറ്റേതാടാ, മറിച്ചതാടാ, നിന്നെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നിൻ്റെ ചുറ്റും ഉണ്ടാവും. നിന്നെ അങ്ങ് തരം താഴ്ത്തി ഇടുന്നവരുണ്ടാവും നിൻ്റെ ചുറ്റിൽ. അപ്പോൾ അവരൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പോയിട്ടാ. നമ്മുടെ വിജയണ്ണൻ പറയുന്നില്ല, കത്തി നമ്മൾ എതുക്കടാ പേസുറ. നമ്മൾ വിട്ടേക്കണം ആ വഴിക്ക്. അവർ പറയുന്നവർ പറയട്ടെ, നമ്മൾ ക്ഷമിക്കുക, കടിച്ചു പിടിച്ചിരിക്കുക. ഇപ്പോൾ ഒരു ജോലിയുടെ ഒരു വശം നമുക്ക് ടെമ്പർ കയറുമായിരിക്കും ചില സമയത്തൊക്കെ. നമ്മൾ ജോലിയുടെ സ്ട്രെസ്സ് ഇട്ടിട്ടങ്ങ് ഇറങ്ങിപ്പോയാലോ. ഇപ്പോൾ ഒരു കടയിൽ ജോലി ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ വീട്ടിലൊരു പ്രശ്നം, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാ, നാട് വിട്ടു പോവുക, അല്ലെങ്കിൽ തൂങ്ങി മരിക്കുക. ഇപ്പോൾ ഇടയ്ക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു, വീട്ടിൽ ഭാര്യയായിട്ട്, ചെന്നൈയിൽ, തമിഴ്നാട്ടിലാട്ടോ, ഭാര്യയായിട്ട് അടിയുണ്ടാക്കിയിട്ട് അയാൾ തൂങ്ങി മരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ എന്തിനാണ്? നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ അങ്ങോട്ട് അവർ പറയട്ടെ, അവ കിടന്ന് അലച്ചങ്ങ് തീരട്ടെ. അല്ലെങ്കിൽ നിൻ്റെ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഒരു ഫുഡിങ്, അല്ലെങ്കിൽ ഒരു ഒരു ട്രിപ്പ്, അതൊക്കെ ആയിരിക്കും. അപ്പോൾ മൈൻഡ് ഒന്ന് മാറ്റി ഒന്ന് റിലാക്സ് ചെയ്ത് ക്ഷമ കാം. ഈ 3 കാര്യങ്ങളാണ് നിങ്ങളെ ലൈഫിൽ പാലിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ്? റെസ്പെക്റ്റ്, രണ്ടാമത്തെ കാര്യം ഫോക്കസ്, എയിം, എന്തിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, മൂന്നാമത്തെ കാര്യം ക്ഷമ. കടലോളം പ്രശ്നങ്ങൾ വന്നാലും നീ ക്ഷമിച്ച് കടിച്ചവിടെ പിടിച്ച് നിന്നാണ്ടല്ലോ, നിനക്ക് ആ കടൽ നീന്തി കിടക്കാൻ പറ്റും. പക്ഷേ ആ കടലിൽ നിനക്ക് കപ്പലുകൾ നിരവധി വരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. നിരവധി വാതിലുകൾ നിൻ്റെ മുന്നിൽ തുറക്കപ്പെടും ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയി. ഈ 3 കാര്യങ്ങളെയും തകർക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ ഒരു ക്യാരക്ടറുണ്ട്. ആരാന്നറിയാം? അവൻ്റെ പേരെന്താണെന്നറിയാമോ? ഈഗോ. അവൻ ചില്ലറക്കാരല്ല. അവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളെ അങ്ങോട്ട് തകർക്കും. അവൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ അവൻ്റെ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഏറ്റവും അടുത്ത സുഹൃത്തായിക്കോട്ടെ, ടീച്ചറായിക്കോട്ടെ, അവനെ ഇനി അടുത്ത സ്റ്റേജിലേക്ക് ഉയർത്താൻ നിൽക്കുന്ന ഒരു അവൻ്റെ ഒരു ഒരു കൊളീഗ് ആയിക്കോട്ടെ, ഒരു ഓഫീസർ, സംതിങ് ആയിക്കോട്ടെ. അപ്പോൾ
ഈഗോ കൊണ്ട് പുറത്ത് പറഞ്ഞാൽ അവൻ ചിലപ്പം ആ ജോലി തിരക്കിൽ അല്ലെങ്കിൽ വീട്ടിലൊരു പ്രശ്നത്തിന് പെട്ടെന്ന് വായിന്ന് വീഴുന്നു പോകുന്ന കാര്യം കൊണ്ട് അവൻ്റെ ഈഗോ അവനെ ടച്ച് ചെയ്യും. ആ ഈഗോ മൂലം ഈ 3 കാര്യങ്ങൾ റെസ്പെക്റ്റ് നഷ്ടപ്പെടും, അവൻ്റെ ഫോക്കസ് നഷ്ടപ്പെടും, പിന്നെന്താ അവൻ്റെ ക്ഷമയെ അവനെ അങ്ങ് നശിപ്പിച്ച് കളയും. ഈ 3 കാര്യങ്ങളെയും തകർക്കുന്ന ഒരു കാര്യം ഈഗോ. അവനെ പുറത്ത് വരാതെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല, എല്ലാം നല്ല ക്ലിയറാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഒരു എന്താണ് നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഈ ലൈഫിൻ്റെ കുറേ, എന്നെ സംബന്ധിച്ചോളം കുറേ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ 3 പോയിൻ്റ് കണ്ടെത്തിയത് ഗൈസ്. അപ്പോൾ ഈ 3 പോയിൻ്റ് കൂടാതെ ഒരുപാട് പോയിൻ്റുകൾ നിങ്ങൾക്കും പറയാനാണ്. കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താവുന്നതാണ് ഉറപ്പായിട്ടും. കൂടാതെ എൻ്റെ ഈ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ ഇനിയും ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, മോർ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം.